എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഒരു ഓലനാണ്. പെട്ടെന്ന് നമുക്ക് ഈ ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കടായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോന്ന് സ്റ്റെപ്പായിട്ട് പറയാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഓലൻ എന്ന് പറഞ്ഞാൽ ഇതാ മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഉള്ളതാണ്. അപ്പൊ മത്തങ്ങ നമ്മള് ചെറിയ കനം കുറഞ്ഞിട്ട്, കുമ്പളങ്ങയും ഇതുപോലെയുള്ള ചെറിയ കനം കുറഞ്ഞിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. മത്തങ്ങയും അതെ, കുമ്പളങ്ങയും അതെ, രണ്ടും അതുപോലെയുള്ള പീസായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ ഓലൻ ഉണ്ടാക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ കുമ്പളങ്ങ നിറയെ കാണിച്ചിരുന്നു. മത്തങ്ങയും അതേ അതുപോലെ കട്ടി കുറഞ്ഞ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് ഉണ്ടാക്കണം. അപ്പൊ ഞാനിപ്പോ ഇതിനായിട്ടൊരു കടായി വെച്ച് വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞു. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് ഉള്ള ഉപ്പിടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ കുമ്പളങ്ങ മത്തങ്ങയും, ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കുമ്പളങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മത്തങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ രണ്ടും കൂടി ഉള്ള ഇതാണ് ഇടുന്നത് കേട്ടോ. ഞാൻ ഇത്രയും കുമ്പളങ്ങയും മത്തങ്ങയും കൂടി ഉള്ള പീസ് ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യാണ്. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇതില്. ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോ ഞാൻ അതിനുശേഷം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിക്കാം. അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഇതിന്റെ കൂടെ കുക്ക് ചെയ്യണം. അത് ഞാൻ മറന്നുപോയി പറയാൻ. അപ്പൊ അതും കൂടിയും ഇട്ടിട്ട് ഞാൻ നെടുകെ കീറിയിട്ട് ഒരു പച്ചമുളക് ഒരു 4 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. ഒരു 5-6 പച്ചമുളക് എടുക്കുക. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ട് വേണം വെക്കാൻ. അപ്പൊ ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുമ്പളങ്ങയും മത്തങ്ങയും കൂടി ഇട്ടു. ഒരു 5-6 പച്ചമുളക് ഇട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ കുക്കായോ നോക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടായി പോവുകയാണെങ്കിൽ ഇത് കുക്കായി കേട്ടോ. അപ്പൊ മത്തങ്ങ കുമ്പളങ്ങയും അതെ രണ്ടും കട്ടായിട്ട് പോകുന്നുണ്ട്. കുമ്പളങ്ങയും അതെ മത്തങ്ങയും അതെ ഇങ്ങനെ കട്ടായി പോകണമെങ്കിൽ ഇത് കുക്കായി. അതാണ് ഇതിന്റെ കുക്കിംഗ് ടൈം കേട്ടോ. അതെല്ലാം നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ ഇത് 1 വിസിൽ കേട്ടോ കുക്കറിൽ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെയാണ് ഇന്ന് കുക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ചെയ്യണത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട്, ഞാൻ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ കേട്ടോ. ഇത് വെള്ളം എടുത്ത കപ്പാണല്ലോ, അതിൽ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാല് മിക്സിയിൽ അരച്ച് വെള്ളം ചേർത്ത് അരച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാലാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഒന്ന് കുറുകി വരട്ടെ. അപ്പൊ ഇത് 1-ാം പാല് 2-ാം പാലൊന്നുമില്ല. ഞാൻ തേങ്ങാപ്പാല് എടുത്തത് 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് ഇത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞു, ഇതിന്റെ കുക്കിംഗ് കഴിഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൂട്ടാനാക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് നന്നായിട്ട് കുറുക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് സെക്കൻഡ് കൂട്ടാനും ആക്കാം. അപ്പൊ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരികയാണ്, നമ്മുടെ കയ്യിൽ മത്തങ്ങയോ കുമ്പളങ്ങയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഓലൻ. നല്ല അടിപൊളിയായിട്ട് ആ തേങ്ങാപ്പാലിന്റെ, ഇനി ആ തേങ്ങാപ്പാലിന്റെ ഇതൊന്ന് ചെറിയ രീതിയിൽ ആ തേങ്ങാപ്പാലിന്റെ ഇതിലൊന്ന് കുക്കാവട്ടെ. ഒരുപാട് തിളപ്പിക്കേണ്ട. ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. പെട്ടെന്നപ്പം ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഓലൻ ഇത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ചു തുടങ്ങി. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തി. അതിനുശേഷം ഇതിപ്പോ തിള വന്നല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ ഈ കരിവേപ്പില ഇങ്ങനെ ഇടുകയാണ്. ഇത് വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. അപ്പൊ മരുന്നൊന്നും അടിക്കാത്ത കരിവേപ്പിലയാണ്. അതോട് തണ്ടോട് കൂടി തന്നെയാട്ടോ ഞാൻ ഇടുന്നത്. ഇട്ട ശേഷം നമുക്ക് ഫൈനൽ സ്റ്റേജ് കേട്ടോ. പിന്നെ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ തൂക്കി കൊടുക്കണം. കണ്ടില്ലേ? ഇത്രയും ഒരു സ്പൂണോളം വെളിച്ചെണ്ണ തൂവിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല
അടിപൊളിയായിട്ടുള്ള എന്താ ഓലൻ റെഡിയായി കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.